കഴിഞ്ഞ ദിവസം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ.ഡി. അറസ്റ്റ് ചെയ്യുകയും കോടതി ഇ.ഡി. കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. അത് വലിയ വാർത്താ പ്രാധാന്യം നേടി ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. അതിനിടയിൽ ഇന്ന് പശ്ചിമ ബംഗാളിൽ കേന്ദ്രത്തിൻ്റെ മറ്റൊരു ഏജൻസിയായ CBI മെഹുവ മൊയ്ത്രയുടെ വസതിയിലടക്കം റെയ്ഡ് ചെയ്യുകയും ആ റെയ്ഡ് തുടരുകയും ചെയ്യുന്നു. അതിനിടയിൽ ചെറുതും വലുതുമായ അനവധി റെയ്ഡുകൾ നടക്കുന്നു. ADMKയുടെ MLAയുടെ വസതിയിൽ, ആം ആദ്മി പാർട്ടിയുടെ MLAയുടെ വസതികളിലൊക്കെ റെയ്ഡുകൾ പല കേന്ദ്ര ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വലിയ ചോദ്യം BJPയുടെ അനുഭാവികളും അണികളും അടക്കം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതൊരു തിരിച്ചടിയാകില്ലേ BJPക്ക് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാജ്യം തിളച്ചു മറിയുന്ന സമയത്ത് ഇത്തരം ഒരു നീക്കം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സംശയം പ്രകടിപ്പിക്കുന്നത് ഇത് ഒരു തിരിച്ചടിയാകില്ലേ എന്ന്. ഇത് എങ്ങനെ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിലാണ് ഒരു വലിയ സംശയം നിലനിൽക്കുന്നത്. ഇവിടെ ആണ് BJP അവരുടെ കൃത്യമായ കണക്കൂട്ടലുകളും തന്ത്രങ്ങളും ഒരുപടി മുന്നിൽ നിർത്തുന്നത്. ഇത്തവണ നരേന്ദ്രമോദിയെ അവർ അവതരിപ്പിക്കുന്നത് തന്നെ ശക്തിയുടെ രൂപമായിട്ടാണ്. അതായത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ നേതാവ്, ശക്തനായ കരുത്തനായ നേതാവാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഇത്തവണ അവർ മത്സരിക്കുന്നത് രാജാവിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല, ചക്രവർത്തി പദത്തിലേക്കുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ 400-ന് മുകളിൽ സീറ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചക്രവർത്തി പദത്തിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് യാകാശത്തെ അഴിച്ചുവിട്ട് ആ യാകാശത്തെ പിടിച്ചു കെട്ടുന്നവരുമായി യുദ്ധം ചെയ്ത് അങ്ങനെ എല്ലാവരോടും കീഴ്പ്പെടുത്തിക്കൊണ്ട് വരുന്നൊരു ഭരണാധികാരി. ആ ഒരു കൺസെപ്റ്റിലാണ് ഇത്തവണത്തെ ഇലക്ഷൻ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. അവിടെയാണ് ഈ അറസ്റ്റിനെ നാം നോക്കിക്കാണേണ്ടത്. കൃത്യമായ ടൈമിംഗ് ഇത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പിൻ്റെ ആ വാർത്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ, അതിൽ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ, ലോകം മുഴുവൻ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ അവിടെ ധീരമായ ഒരു നടപടി, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരമേൽക്കുന്നത് മുതൽ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, അഴിമതിക്കെതിരെ ഒരു വിട്ടുവീഴ്ച താൻ ചെയ്യില്ല, അത്തരക്കാരുമായി ഒരു സന്ധിക്ക് താൻ ഒരുങ്ങില്ല എന്ന് പറയുന്നു. എന്തിനേറെ പറയുന്നു, ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ BRS NDA-യുമായി ഒരു അലയൻസിന് ശ്രമിച്ചതുപോലും തെലങ്കാന ഒരു റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം ഞാനുമായി ഒരു അലയൻസിനില്ല, ഞങ്ങളുടെ പാർട്ടിയുമായി ഒരു അലയൻസിന് വന്നു, അഴിമതിക്കാരുമായി തങ്ങൾ അലയൻസിനില്ല എന്ന് കൂടി പറയുമ്പോൾ അഴിമതിക്കെതിരെയുള്ള പോരാടുന്ന കരുത്തനായ നേതാവാണ് നരേന്ദ്രമോദി എന്ന് തെളിയിക്കേണ്ട ബാധ്യത BJPക്കുണ്ട്. അതിന് ഏറ്റവും പറ്റിയ സമയം ഇത് തന്നെയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇങ്ങനൊരു അറസ്റ്റ് നടന്നിരുന്നെങ്കിൽ ഇത്രയും വലിയ വാർത്താ പ്രാധാന്യം അതിന് കിട്ടുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോഴും തങ്ങൾ അഴിമതിക്കെതിരെ, അതായത് വോട്ടല്ല തങ്ങൾക്ക് പ്രധാനം, അതായത് അഴിമതി കാണിക്കുന്നവരെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് BJP അടിക്കടി പറയുന്ന, നരേന്ദ്രമോദി അടിക്കടി പറയുന്ന ആ കാര്യങ്ങളെ അടിവരയിട്ടുറപ്പിക്കുന്നതായിരുന്നു ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. നമ്മൾ ഈ രാജ്യത്ത് നടന്ന പല സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യവും ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയതിനെ പലരും അനുകൂലിക്കുന്നു. ആ കേസിൻ്റെ മെറിറ്റിലേക്കോ ഡീമെറിറ്റിലേക്കോ ആരും പോകുന്നില്ല. പകരം 9 തവണ EDയുടെ സമൻസ് റിജക്റ്റ് ചെയ്ത ഒരു വ്യക്തി, ആ വ്യക്തിയെ പിടിച്ച് അകത്തിടാൻ ധൈര്യം കാണിച്ച ഒരു കേന്ദ്ര സർക്കാർ എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരണം പോകുന്നത്. പക്ഷേ ആ കേസിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. പക്ഷേ ആ ചർച്ച ചെയ്യപ്പെടുമ്പോഴേക്കും കാലമേറെ കഴിഞ്ഞിരിക്കാം. പക്ഷേ ഏതായാലും അതിന് വലിയൊരു അംഗീകാരം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതായത് അഴിമതിക്കെതിരെ പോരാട്ടം നയിക്കാനായി ഇറങ്ങിത്തിരിച്ച കേജ്രിവാൾ അഴിമതി കേസിൽ, അതും മദ്യത്തിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ട് കേജ്രിവാൾ മദ്യനയം കേസിൽ കുടുങ്ങി അകത്തേക്ക് പോകുമ്പോൾ അതിന് വലിയ ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. ദില്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയെ സംബന്ധിച്ച് BJPക്ക് യാതൊരു ടെൻഷൻ്റെയും കാര്യമില്ല. കാരണം 7 സീറ്റും അവർക്ക് തന്നെ അവകാശപ്പെടണം. കാരണം കാലങ്ങളായി ദില്ലി നിവാസികളുടെ വോട്ട് ചെയ്യുന്ന പാറ്റേൺ അതാണ്. സംസ്ഥാന തലത്തിൽ അവർ കേജ്രിവാളിന് വോട്ട് ചെയ്യും, പക്ഷേ ഈ ദേശീയ തലത്തിൽ അവർ BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് സംസ്ഥാന തലത്തിൽ BJP ഒരു പവറായി വരുന്നില്ല എന്ന് ചോദിച്ചാൽ, ദില്ലിയെ സംബന്ധിച്ച് BJPക്ക് എടുത്തു പറയത്തക്ക യാതൊരു നേതാക്കളും ദില്ലിയിൽ അവർക്ക് ഇല്ല. അവർ ഇതിനു മുമ്പ് അവതരിപ്പിച്ചിരുന്ന സുഷമ സ്വരാജിനെയും മദൻലാൽ ഖുറാനെയും ഡോക്ടർ ഹർഷവർദ്ധനെയൊക്കെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിച്ചെങ്കിൽ ഇന്ന് ദില്ലി അവർക്ക് കഴിഞ്ഞ കുറേ കാലമായി ഒരു മുഖമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ മുഖമുണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല ഫൈറ്റ് നിയമസഭയിലേക്ക് അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞേനെ, ഇല്ലെങ്കിൽ അവിടെ ഭരണത്തിലേക്ക് ഏറാൻ കഴിഞ്ഞേനെ. 70-അംഗ നിയമസഭയിൽ 8 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ഉള്ളതെന്നുകൂടി നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അത് അവിടെയുള്ള 7 സീറ്റും BJPക്ക് തന്നെയാണ്. കാരണം ആ പാർലമെൻറ്റിലേക്ക് ജനം വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനെ കണ്ടുകൊണ്ടാണ്. നിയമസഭയിലെ വോട്ട് ചെയ്യാൻ BJPക്ക് അവിടെ കരുത്തരായ നേതാക്കളോ മുഖങ്ങളോ ഇല്ല. അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവിടെയാണ് ആം ആദ്മി പോലെ അഴിമതിക്കെതിരെ പോരാടുന്ന, അതുപോലെ തന്നെ ഒരുപാട് മാജിക് വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു മുഖ്യമന്ത്രി ആ രീതിയിലേക്ക് പോകുന്നത്. ഏതായാലും ആ മുഖ്യമന്ത്രിയുടെ കാലം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ സമീപകാലത്ത്. അതായത് ഈ മദ്യനയ കുംഭകോണം മാത്രമല്ല, അനവധി അഴിമതിയുടെ കഥകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നത്. ചെറുതും വലുതുമായി അവരുടെ നേതാക്കന്മാർ നടത്തിയ അഴിമതികളൊക്കെയാണ് പുറത്തു. ഈ ഒരു ഊർജ്ജം, അതായത് ആ
കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലൂടെ നേടിയ ഒരു ഊർജ്ജമാകണം ഇന്ന് പശ്ചിമ ബംഗാളിൽ സമാനമായൊരു നീക്കവുമായി CBI എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമം കടുപ്പിക്കുകയും പല നേതാക്കളെ പൊക്കി അകത്തിടാനുള്ള ഒരു നീക്കവും ഉണ്ടാകും. കാരണം ഇവരൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കള്ളക്കേസ് എടുത്ത് അകത്ത് പോകുന്നവരല്ല. കാലങ്ങളായി തന്നെ കട്ടുമോഷ്ടിച്ചവരുടെ കേസുകൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ക്ലൈമാക്സിലേക്കാണ് നീങ്ങുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ രാജ്യത്ത് RSSനെ ഇല്ലാതാക്കുമെന്ന് പരസ്യമായി പറഞ്ഞൊരു കോൺഗ്രസ് നേതാവുണ്ട്. വളരെ കരുത്തനായ നേതാവ്. അദ്ദേഹത്തിന് പേര് കേട്ടാത്ത തന്നെ രാജ്യം കിടുകിട വിറയ്ക്കുന്ന, അതായത് എന്തും നടത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവുണ്ടായിരുന്നു. പേര് P. ചിദംബരം. ആ ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് തൊടാൻ പോലും ഭയന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറയാൻ തന്നെ ഭയമാണ്. കാരണം ഇന്ത്യയിലെമ്പാടും വലിയ തരത്തിലുള്ള റൂട്ടുകളുള്ള, അതായത് കോൺഗ്രസിൻ്റെ റൂട്ടുകളല്ല അദ്ദേഹത്തിനുള്ളത്, ബിസിനസ് പരമായും മറ്റുള്ളതുമൊക്കെ വലിയ ശൃംഖല തന്നെ കെട്ടിപ്പടുത്ത ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് P. ചിദംബരം. ആ P. ചിദംബരത്തിന് രാത്രിക്ക് രാമായണം പുള്ളിയുടെ വീട് ചാടിക്കടന്നകത്ത് കയറി പൊക്കിയെടുത്ത് കൊണ്ടുപോയി ഇടേണ്ടിടത്ത് ഇട്ട് കൊണ്ട് തന്നെയാണ് മോദി സർക്കാർ തുടക്കത്തിൽ അവരുടെ പവർ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു. കാരണം ഈ അഴിമതിക്കെതിരെ കള്ളത്തരം കാണിക്കുന്നവരാരായാലും തങ്ങൾ വെറുതെ വിടില്ല എന്നവർ പ്രസംഗിക്കുക മാത്രമല്ല പ്രാവർത്തികമാക്കുക കൂടി ചെയ്തു. അതായത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് BJPക്ക് യാതൊരു കോട്ടവും ഉണ്ടാകുന്നതല്ല. പ്രത്യേകിച്ച് അവർ അഴിമതിക്കെതിരെ, നരേന്ദ്രമോദി എപ്പോഴും അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെയാണ് നിരന്തരം സംസാരിച്ചത്. അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു നീക്കം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ ഈ സംഭവിച്ചത്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ നിരപരാധിയാണോ അപരാധിയാണോ എന്നൊക്കെ അറിയേണ്ടത് വിചാരണ കാലഘട്ടത്തിൽ. പക്ഷേ നിലവിലത്തെ തെളിവ് വെച്ചിട്ട് അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരൻ തന്നെയാണ്. അതായത് ED സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പേരും അരവിന്ദ് കെജ്രിവാളിൻ്റെതാണ്. അതായത് ഈ കേസിൽ പെട്ടവർക്കൊന്നും ജാമ്യം ലഭിക്കാതിരിക്കുകയും ഈ കേസിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ED വെറുതെ പറയുന്നില്ല, തെളിവുകൾ നിരത്തി പറഞ്ഞതുകൊണ്ടാണ് കോടതി ED കസ്റ്റഡിയിലേക്ക് കേജ്രിവാളിനെ വിട്ടുകിട്ടിയത്. പഴയ കാലമല്ല. കാരണം മീഡിയ വളരെ ശക്തമാണ്. ഒന്നോ രണ്ടോ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാജ്യവുമല്ല ഇന്ത്യ. അനവധി മീഡിയകളുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം നിമിഷങ്ങൾക്കകം അറിയാനും കഴിയും. ഇവിടെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലൂടെ BJP 2 ലക്ഷ്യങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ഒന്ന്, നരേന്ദ്രമോദി ശക്തനായ ഒരു സ്ട്രോങ് ആയിട്ടൊരു ലീഡറാണ് എന്ന് ഒരിക്കൽ കൂടി ഇന്ത്യൻ ജനമനസ്സുകളിൽ എത്തിക്കാൻ അത് കഴിഞ്ഞിരിക്കുന്നു. 2, അഴിമതിക്ക് എതിരെ അത് എത്ര ഉന്നതനായാലും എത്ര മുഖ്യമന്ത്രിയായാലും എത്ര വലിയ ലീഡറായാലും തങ്ങൾ അഴിമതിക്കെതിരെ പോരാടുക തന്നെ ചെയ്യും, അത്തരം കള്ളന്മാരെ പൊക്കി അകത്തിടുക തന്നെ ചെയ്യുമെന്ന് നിരന്തരം ഉള്ള അവരുടെ ആ മുദ്രാവാക്യം, ആ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനും ആ അറസ്റ്റ് കൊണ്ട് കഴിഞ്ഞു. അതായത് കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരു തരത്തിൽ BJP ബാധിക്കുന്നതേ അല്ല. കാരണം സഹതാപം കേജ്രിവാൾ അർഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇന്നലെ ദേശീയ തലത്തിലടക്കമുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കേരളത്തിലെ മീഡിയ പറയുന്നതല്ല കാര്യങ്ങൾ. കാരണം കേരളത്തിലെ മീഡിയയും ഒരുപറ്റം ആളുകളും പറയുന്നത്, കാരണം അവർക്ക് അന്ധമായിട്ടുള്ള ഒരു മോദി വിരോധം മാത്രമാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. കർഷകരില്ലാത്ത നമ്മൾ കർഷക സമരത്തെ പിന്തുണയ്ക്കുകയും ഇവിടെ നടപ്പാക്കാത്ത നിയമം അവിടെ നടപ്പാക്കണമെന്ന് പറയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അതിൽ വലിയ കാര്യമാക്കാനും. പക്ഷെ നമുക്ക് മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ചലനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേജ്രിവാളിൻ്റെ അറസ്റ്റ് മോദിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന മൈലേജ് ചെറുതല്ല. അത് BJPക്ക് എത്രത്തോളം എന്നുള്ളതല്ല, മോദി എന്ന് പറയുന്ന ലീഡറെ കൂടുതൽ ശക്തനാക്കിയിരിക്കുന്നു, കരുത്തനാക്കിയിരിക്കുന്നു. ഇവിടെ വേറൊരു വലിയ തന്ത്രം കൂടി BJP പ്രയോഗിച്ചു. അതും വിജയത്തിലേക്ക് എത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം BJP നിരന്തരം പറയുന്ന കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങി ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന്. അതിനെ അടിവരയിടുന്ന തരത്തിലാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ജർമ്മൻ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് നീതിപൂർവമായിരിക്കണം കേസെന്ന്. അതായത് വേറൊരു വിദേശ രാജ്യം കേജ്രിവാളിന് വേണ്ടി ഇടപെടുകയാണ്. ഇന്ത്യ പറഞ്ഞു ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ ഇടപെടാണ്ട എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ അന്വേഷണങ്ങൾ മുറുകുമ്പോഴും ഇല്ലെങ്കിൽ അവർ അകത്തു പോകുമ്പോഴും പല വിദേശ രാജ്യങ്ങൾ പ്രതികരിക്കുന്നു. ഇത് BJP കാലാകാലങ്ങളായി ഉന്നയിച്ച ആരോപണത്തെ ശരിവെക്കുന്നു. അതായത് ഒരു വെടിക്ക് 2 പക്ഷിയാണ്. അതായത് മാളത്തിൽ ഒളിഞ്ഞിരിക്കുന്നവരെ തുറന്നു കാണിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ഏതായാലും ഈ ഒരു അറസ്റ്റ് കൊണ്ടും ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങൾ കൊണ്ടും യാതൊരു ദോഷങ്ങളും BJPക്ക് ഉണ്ടാകില്ല. ഒപ്പം തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് അത് കുറച്ചുകൂടി ഇമേജ് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം കേജ്രിവാളിൻ്റെ ഈ അറസ്റ്റിന് കാരണം അത് പ്രാഥമികമായി അദ്ദേഹത്തിൻ്റെ മദ്യനയ കേസ് എന്താണെന്നോ മറ്റൊന്നും നാം ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രാഥമികമായി തന്നെ നാം ആലോചിക്കുക, ഒരു ഇന്ത്യൻ പൗരന് 3 സമൻസ് വന്ന് മടങ്ങിയാൽ എന്തായിരിക്കും അനുഭവം. നമ്മളുടെയൊക്കെ വീടുകളിലാണെങ്കിൽ സ്വാഭാവികമായി തന്നെ പോലീസുകാർ വരികയും പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. അവിടെയാണ് താൻ മുഖ്യമന്ത്രിയാണെന്നുള്ളൊരു അധികാരം വെച്ചുകൊണ്ട് EDയെ താൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 9 സമൻസുകൾ റിജക്റ്റ് ചെയ്ത ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഏത് ഉന്നതനായാലും അവൻ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഒരു സമൂഹം, ഒരു രാജ്യം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ ഗീർവാണം പറയുന്ന ചില നേതാക്കൾ നമ്മുടെ നാട്ടിലുമുണ്ട്. ഏതായാലും അവരുടെ ഗതി എന്താകുമോ ഇല്ലയോ എന്ന് നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ നമ്മളത് ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.